So far we have finished analysis of liquidity, അതേപോലെ അനാലിസിസ് ഓഫ് സോൾവൻസി. അതായത് ലിക്വിഡിറ്റി ടെസ്റ്റും കഴിഞ്ഞു, സോൾവൻസി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോഫിറ്റബിലിറ്റിയാണ് നോക്കാൻ പോണത്. അതായത് അനാലിസിസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓർ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അപ്പോൾ പ്രോഫിറ്റാണ് നിങ്ങൾക്കറിയാതെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ടു ഏൺ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേംസ് എബിലിറ്റി ടു ഏൺ മോർ ആൻഡ് മോർ പ്രോഫിറ്റ്സ്. അപ്പോൾ പ്രോഫിറ്റ് ഇസ് ദ എൻജിൻ ദാറ്റ് ഡ്രൈവ്സ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. അപ്പം ബിസിനസ് എത്രത്തോളം അതായത് പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഏതൊക്കെ റേഷ്യോസ് ആണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡിക്കേറ്റ് ദ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. സോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഈതർ ഇൻ റിലേഷൻ ടു സെയിൽസ് ഓർ ഇൻ റിലേഷൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള റേഷ്യോസ് വരും. ചിലതിൻ്റെയൊക്കെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെയിൽസ് ആയിരിക്കാം, ചിലതിൻ്റെയൊക്കെ ഡിനോമിനേറ്റർ വരുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുക, ഈതർ ഇൻ റിലേഷൻ ടു സെയിൽസ് ഓർ ഇൻ റിലേഷൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. Therefore profitability ratios are classified into two. അതായത് ഫസ്റ്റ് കാറ്റഗറി വരുന്നത് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. അപ്പോൾ ഈ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് ഇൻ റിലേഷൻ ടു സെയിൽസ് ആണ്. എപ്പോഴും ഡിനോമിനേറ്റർ സെയിൽസ് ആയിട്ടാണ് വരിക. പിന്നെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നതാണ് ഇൻ റിലേഷൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നോക്കാം ഇന്ന്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, സെക്കൻഡ് വൺ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇതൊക്കെ നമുക്ക് അടുത്തതിൽ പഠിക്കും. റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റും ഏർണിങ്സ് പെർ ഷെയറും ഡിവിഡൻഡ് പെർ ഷെയർ. ഇപ്പം നമ്മൾ നോക്കാൻ പോണത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നോക്കണം, അതേപോലെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നോക്കണം, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോനെയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയാം. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് വേറെ വരുന്നുണ്ട്. പിന്നെ എക്സ്പെൻസസ് റേഷ്യോ. ഓക്കെ, ദീസ് ആർ ദ 5 കാറ്റഗറീസ് ഓഫ് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അതിൽ ഫസ്റ്റത്തെ നമ്മൾ നോക്കാൻ പോണത് ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു നെറ്റ് സെയിൽസ്. എപ്പോഴും അങ്ങനെ വരാം. ഞാൻ പറഞ്ഞല്ലോ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും സെയിൽസ് ആയിരിക്കും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആവുന്ന സമയത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നെങ്ങനെയാണ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഫോർമുല നേരെ നോക്കി വെക്കുക. പിന്നെ രണ്ടാമത് വരുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പം എങ്ങനെയാണ് വരിക? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഈ നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഓക്കെ, പിന്നെ ഒന്ന് വരുന്നത് ഏതാണ്? ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ആക്കി ചെയ്ത് കാണിച്ചു തരാം. ഓപ്പറേറ്റിംഗ് റേഷ്യോ. നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ നെറ്റ് സെയിൽസിൻ്റെ അകത്തുനിന്ന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൈനസ് ചെയ്യുക. ഒരു ഓപ്ഷൻ അതാണ്. എന്താണ്? സെയിൽസ് മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരും, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസ് വരും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. അതായത് ഓപ്പറേഷൻസിന് വന്നിരിക്കുന്ന എക്സ്പെൻസസ് എല്ലാം അതിനെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു അതാണ്. ഏതാണ്? നെറ്റ് സെയിൽസ് മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇനി വേറൊരു രീതിയിലും കൂടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അതായത് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടാവും, ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, നോട്ടിലേക്ക് എഴുതിയെടുക്കണേ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുന്നു, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇതെടുത്ത് ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വെച്ച് ചെയ്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതി. ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പം പിന്നെ ഒന്ന് വരുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസസ് റേഷ്യോ ആണ്. എക്സ്പെൻസസ് റേഷ്യോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് എക്സ്പെൻസസ് റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചാൽ ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതായത് നമ്മൾ എങ്ങനെയാണ് പറയുക, സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആണെന്ന്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമ്മൾ പറയും സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് വരുന്നുണ്ട് എന്ന് കിട്ടുന്ന ആൻസർ വെച്ചിട്ട്. ക്ലിയർ ആണോ? അതാണ് എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് വരുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എസ്റ്റാബ്ലിഷസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താ വരിക, നെറ്റ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. അതായത് എഫിഷ്യൻസി ഓഫ് ദി മാനേജ്മെൻറ്റ് ഇൻ മാനുഫാക്ചറിങ്, സെല്ലിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ഓഫ് ദി ഫേം. അതായത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ് ഇൻ ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ്, അതേപോലെ മാനുഫാക്ചറിങ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ഓഫ് ദി ഫേം. അപ്പോൾ ഈ റേഷ്യോ കാണുന്ന സമയത്ത് ഫോർമുല ഇതാണ് വരുന്നത്, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ചില ബുക്കിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണിക്കുന്നുണ്ട്, ചിലതിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സാണ് കാണിക്കുന്നത്. നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എടുത്ത് ചെയ്താൽ മതി. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, വൺ മോർ റേഷ്യോ ക്യാഷ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയും. ക്യാഷ് പ്രോഫിറ്റ് റേഷ്യോയിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ക്യാഷായിട്ട് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു. അതായത് നമ്മളിപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൽ ക്യാഷ് അല്ലാത്ത ഐറ്റംസും കുറേ എടുക്കുമല്ലോ, ഡിപ്രീസിയേഷൻ പോലുള്ള നോൺ ക്യാഷ് എക്സ്പെൻസസും. അത് കൺസിഡർ ചെയ്യാതെ ക്യാഷ് പ്രോഫിറ്റ് മാത്രം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോയ്ക്കാണ് എന്ത് പറയുന്നത്, ക്യാഷ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയാം. അപ്പോൾ ക്യാഷ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല ഇതാണ് വരിക, ക്യാഷ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. ഞാനൊരു പ്രോബ്ലം ഇടുന്നുണ്ട്, ആ പ്രോബ്ലം ഒന്നിരുന്ന് ചെയ്ത് നോക്കുക.